കൂടാതെ നൂറുകണക്കിന് യുവാക്കൾ, സന്താനഭാഗ്യമില്ലാത്ത നൂറുകണക്കിന് ദമ്പതികൾ, തലമുറകളിലേക്ക് പകരുന്ന ജനിതക രോഗങ്ങൾ, നൂറുകണക്കിന് ആളുകൾ ഇതിനകം മരിച്ചു. അന്നത്തെ പ്ലാന്റേഷൻ കോർപ്പറേഷനും വൈദഗ്ധ്യമില്ലാത്ത ശാസ്ത്രജ്ഞരും എല്ലാം അടങ്ങുന്ന ഭരണകൂടത്തിന്റെ തന്നെ സൃഷ്ടിയാണ് എൻഡോസൾഫാൻ ദുരന്തം. നീറുന്ന ആ പ്രശ്നം അക്കാലത്ത് ഞാൻ അസംബ്ലിയിൽ വിവരിച്ചപ്പോൾ സർക്കാരിന്റെ സമീപനം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അവരും ഇന്ന് കണ്ണീരൊഴുക്കുന്നുണ്ടെന്നത് പ്രായശ്ചിത്തമായി കണക്കാക്കാം. എന്നാൽ കനിയേണ്ട കേന്ദ്ര സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കാൻ അവർക്കും കഴിയുന്നില്ല. എൻഡോസൾഫാൻ ദുരിതബാധിതർ അനാഥരാകില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോഴത്തെ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പലതവണ ഞങ്ങൾ ഇവിടെ വന്ന് ഈ പ്രശ്നത്തിൽ ഇടപെട്ടു. മരിച്ചവരുടെ കുടുംബത്തിന് 50,000 രൂപ വീതം സഹായം നൽകി. രോഗികളായവർക്ക് മതിയായ ചികിത്സ ലഭ്യമാക്കാൻ നടപടിയെടുത്തു. ആദ്യം 300 രൂപ വീതവും പിന്നീട് 1000 രൂപ വീതവും പെൻഷൻ നൽകി. 2 രൂപ നിരക്കിൽ അരി ലഭ്യമാക്കി. അതെല്ലാം അപര്യാപ്തമാണെന്ന് വ്യക്തമായതിനാൽ സമഗ്രമായ പുനരധിവാസ പദ്ധതിക്ക് രൂപം നൽകുകയാണിപ്പോൾ. രോഗബാധിതരായി ജോലിക്ക് പോകാൻ കഴിയാത്തവരും ശയ്യാവലംബികളായവരുമായ ആയവർക്ക് 2000 രൂപ പ്രതിമാസം അലവൻസ് നൽകുകയാണിപ്പോൾ. രോഗബാധിതരായ മറ്റുള്ളവർക്ക് പ്രതിമാസം 1000 രൂപ അലവൻസ്. മുഴുവൻ എൻഡോസൾഫാൻ രോഗബാധിത കുടുംബങ്ങൾക്കും സൗജന്യ റേഷൻ അനുവദിച്ചു. രോഗബാധിതരുടെ ചികിത്സയ്ക്കും സാന്ത്വന ചികിത്സയ്ക്കും വിപുലമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ ഏർപ്പെടുത്തി. ആരോഗ്യ കേന്ദ്രത്തിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. നിരവധി പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും തിരികെ വിടുന്നതിനും 12 ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഓരോ വാഹനം ലഭ്യമാക്കി. എൻഡോസൾഫാൻ രോഗബാധിതർക്ക് എല്ലാ ചികിത്സയും മരുന്നും സൗജന്യമായി ലഭ്യമാക്കാൻ നടപടിയെടുത്തു. സാന്ത്വന ചികിത്സ ഉൾപ്പെടെ ലഭ്യമാക്കാൻ പ്രത്യേക ഹെൽത്ത് വർക്കർമാരെയും ആശാ വളണ്ടിയർമാരെയും ചുമതലപ്പെടുത്തി. രോഗബാധിതരായ ബാധിത മേഖലയിൽ സ്പെഷ്യാലിറ്റി ചികിത്സാ പരിശോധന ക്യാമ്പ് നടത്തുകയാണ്. നിശ്ചയിക്കുന്ന തരത്തിലുള്ള വിദഗ്ധ ചികിത്സ ഏത് ആശുപത്രിയിൽ നിന്നാണോ ലഭ്യമാക്കുക അവിടെ ചികിത്സിപ്പിക്കാം. അതിനാവശ്യമായ തുക മുഴുവൻ സർക്കാർ വഹിക്കും. സൗജന്യ ചികിത്സ ലഭ്യമാക്കാനാണ് ബയോമെട്രിക് കാർഡ് നൽകുന്നത്. ആരോഗ്യ വകുപ്പും സാമൂഹ്യ സുരക്ഷാ വകുപ്പും ഏറ്റവും ശുഷ്കാന്തിയോടെയും കാര്യക്ഷമമായും സമഗ്രമായ ചികിത്സാക്ഷേമ പദ്ധതികളാണ് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻഡോസൾഫാൻ കാരണം യാതന അനുഭവിക്കുന്ന മുഴുവൻ പേർക്കും സഹായം എത്തിക്കുന്നതിനും അവരെ പുനരധിവസിപ്പിക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരണം ഭരണകൂടത്തിന്റെ പിഴവാണ് ഇത്തരമൊരു ദുരന്തത്തിന് കാരണം. ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ അതിന് ആ നിലയിൽ തന്നെ കണ്ട് കഴിയാവുന്നതെല്ലാം ചെയ്യുന്നു. എന്നാൽ കേന്ദ്രത്തിന്റെ സമീപനം അനുകൂലമായിട്ടില്ല. കടബാധ്യത കാരണമുള്ള വ്യക്തി നടപടികൾ നിർത്തിവെക്കുകയും കടാശ്വാസ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. സമഗ്രമായ പുനരധിവാസ പാക്കേജും നടപ്പിലാക്കണം. പുനരധിവാസ പാക്കേജ് തയ്യാറാക്കി വരികയാണ്. സമഗ്രമായ പുനരധിവാസ പദ്ധതിക്ക് 100 കോടി രൂപ കേന്ദ്ര സഹായം ലഭിക്കണമെന്ന് നാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ കേന്ദ്രത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ സമ്മർദ്ദം തുടരും. എൻഡോസൾഫാൻ രാജ്യവ്യാപകമായി നിരോധിക്കാനും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തും. കേരളത്തിൽ എൻഡോസൾഫാൻ നിരോധിച്ചിട്ടും ഇടുക്കിയിലും പാലക്കാട്ടും ചില മേഖലകളിലും, അതായത് അതിർത്തി മേഖലയിൽ
പേര് മാറ്റി ആ അന്ധക വിഷം കളിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ സർക്കാർ ഗൗരവപൂർവ്വമാണ് കാണുന്നത്. അത് തടയാൻ കർശന നടപടികൾ ഉടനെ തന്നെ എടുക്കുന്നുണ്ട്. എൻഡോസൾഫാൻ പ്രശ്നം ലോകശ്രദ്ധയിൽ എത്തിക്കാനും എൻഡോസൾഫാന്റെ ഇരകൾക്ക് സഹായം ലഭ്യമാക്കാനും അനവരതം പ്രവർത്തിച്ചു വരുന്ന സംഘടനകളും പരിസ്ഥിതി പ്രവർത്തകരും എഴുത്തുകാരും മാധ്യമ പ്രവർത്തകരും സമൂഹത്തിന്റെ ആകെ കൃതജ്ഞത അർഹിക്കുന്നു. പരിസ്ഥിതി ദ്രോഹം ജനദ്രോഹമാണെന്ന പാഠം പഠിക്കാൻ അവർക്ക് താൽക്കാലികമായെങ്കിലും കഴിഞ്ഞു. രാസകീടനാശിനികളുടെ അമിത ഉപയോഗത്തിനും അശാസ്ത്രീയ വികസന കാഴ്ചപ്പാടിനും കൂടി എതിരായ ബോധവൽക്കരണമാണ് അവരെ സഹായിച്ചത്. എൻഡോസൾഫാൻ ഇരകളെ സംരക്ഷിക്കുന്നതിന് ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പദ്ധതികൾ വിജയിപ്പിക്കാൻ മുഴുവൻ ആളുകളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ സമഗ്ര ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി